നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ആഘോഷ പരിപാടികൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ രാജഗിരി കമ്മാളിയിലെ കരിങ്കൽ ക്വാറി പ്രശ്നം. പഞ്ചായത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക ഗ്രാമസഭയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. വയലാറിനെ അനുസ്മരിച്ച നാട്. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന വെള്ളൂർ വില്ലേജിൽ വെള്ളൂർ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്ക് വെളിച്ചെണ്ണ വിതരണം. വാർത്തകൾ വിശദമായി. ചെറുവച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന് തുടക്കമായി. വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വർഷക്കാലമായി ചെറുവച്ചേരി ഗ്രാമത്തിന് അക്ഷരത്തിന്റെയും അറിവിന്റെയും തെളിച്ചം പകർന്നു നൽകുന്ന ചെറുവച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ വജ്രജൂബിലി ആഘോഷ നിറവിലാണ്. കണ്ടോന്തർ, ചന്തപ്പുര, ചെറുവച്ചേരി കേന്ദ്രീകരിച്ച് നടന്ന വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് TV രാജേഷ് MLA അധ്യക്ഷതയിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു അതിഥി എന്ന നിലക്കല്ല, ഒരു മന്ത്രി എന്ന നിലക്കല്ല, നേരെ മറിച്ച് നിങ്ങളിൽ ഒരാളായ, നിങ്ങളുടെ ഒരു കുടുംബാംഗമായ ഒരു നാട്ടുകാരൻ എന്ന നിലക്കാണ് ഞാനിവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഔപചാരികതയും മറ്റു പരിവേഷങ്ങളൊന്നും ഇല്ലാതെ വീട്ടുകാർ ചേർന്നിട്ടുള്ള ഒരു സംഗമീയത, അതാണ് ഈ സന്ധ്യാനേരം കഴിഞ്ഞ് രാത്രിയിലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ സംഗമിച്ചിട്ടുള്ള കുടുംബങ്ങളായ നിങ്ങളോട് എനിക്ക് അല്പസമയം സംസാരിക്കാൻ കഴിയുന്നത് തന്നെ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K മോഹനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NK സുജിത്ത്, രത്നമണി തെക്കില്ലത്ത്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T സുകുമാരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പഠനത്തിന്റെ മനഃശാസ്ത്ര വഴികൾ, രക്ഷിതാക്കൾക്ക് ഗൈഡൻസ് ക്ലാസ്, പൂർവ്വ വിദ്യാർത്ഥി, അധ്യാപക, ജീവനക്കാർ, PTA ഭാരവാഹികൾ എന്നിവരുടെ സംഗമം, നാടിന്റെ പൂർവ്വകാല മഹിമകളും കരവിരുതും ശില്പ ചിത്രചാരുതകളും ഉൾപ്പെടുന്ന നാട്ടുപെരുമാ പ്രദർശനം, സൗജന്യ വൈദ്യസഹായ ക്യാമ്പ്, സ്മരണികാ പ്രകാശനം തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടക്കും. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നാട്ടുപുലിമ, നാടൻ പാട്ടുകളും ഹരിതായനം, നൃത്തശില്പവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. 2017 മാർച്ച് മാസം വരെയാണ് വജ്രജൂബിലി ആഘോഷങ്ങൾ നീണ്ടുനിൽക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുപുഴ രാജഗിരി കമ്മാളിയിലെ കരിങ്കൽ ക്വാറി പ്രശ്നം. പഞ്ചായത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക ഗ്രാമസഭയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം. ക്വാറി പ്രവർത്തിക്കേണ്ടതില്ലെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ആറുമാസം മുൻപ് ഗ്രാമസഭാ തീരുമാനമനുസരിച്ച് പഞ്ചായത്ത് പ്രവർത്തനാനുമതി നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിയ ക്വാറി തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് 160ഓളം പേർ നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. ഇതുമായി ബന്ധപ്പെട്ട ക്വാറി അനുകൂലികളും പ്രതികൂലികളും പലതവണ വീട് കയറി ആളുകളെ സംഘടിപ്പിച്ചിരുന്നു. 451 ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭ 2 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നുവെങ്കിലും ഇത്രയും ആളുകൾ മിനിറ്റ്സിൽ ഒപ്പിടേണ്ടതുകൊണ്ട് 4:30യോടെയാണ് ആരംഭിച്ചത്. സ്ഥലത്ത് സംഘർഷം നടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുണ്ടായതിനാൽ ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി നിലയുറപ്പിച്ചിരുന്നു. ക്വാറിയെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും മാറ്റി നിർത്തി എണ്ണിയാണ് വോട്ടെടുപ്പ് നടത്തിയത്. അതിൽ 2/3 ഭാഗം ക്വാറിക്ക് എതിരായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം ക്വാറി അനുകൂലികളിൽ ചിലർ കസേര എടുത്തെറിയാനും വാക്കേറ്റത്തിനും ശ്രമിച്ചപ്പോൾ പോലീസ് ഇടപെട്ട് ശാന്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത്, വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ ഡെന്നി കാവാലം, മനോജ് വടക്കേൽ, ഷാൻഡി കലാധരൻ, മറിയാമ്മ ആമ്പാട്ട്, KK ജോയ്, P രാമചന്ദ്രൻ എന്നിവരും പഞ്ചായത്ത് സെക്രട്ടറി OM ജോർജും ഗ്രാമസഭയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. 36ാമത് സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2017 സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ഫണ്ട് ശേഖരണവും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു.
മനുഷ്യൻ കൂടുതൽ മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ചെയ്യുന്നത്. അത്തരമൊരു ലോകത്ത് എല്ലാവർക്കും അതീതരായ മനുഷ്യരെ കാണാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നത് സ്പോർട്സിന് വളരെ സുപ്രധാനമായ പങ്കുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഫണ്ട് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ വിജയകുമാർ പരിപാടിയിൽ അധ്യക്ഷനായി. കെ ഗംഗാധരൻ, പ്രൊഫസർ കെ രാജഗോപാലൻ, ടി മധുസൂദനൻ, പിലാക്കൽ അശോകൻ, VKP ഇസ്മായിൽ, KV ബാബു, ഗംഗൻ തായ്നേരി, KV ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. യുവജന കൂട്ടായ്മയിൽ നന്മയുടെ ദീപപ്രഭയൊരുക്കി കണ്ണോം ഗ്രാമം. കണ്ണോം വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിലാണ് ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ദീപപ്രഭയൊരുക്കിയത്. കണ്ണോം വാദ്യസംഘത്തിന്റെ നേതൃത്വത്തിലാണ് ദീപാലങ്കാരം ഒരുക്കിയത്. 2000-ലധികം മൺചിരാതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട ദീപങ്ങൾ ഒരുക്കി. ഒരു മാസക്കാലമായി ദീപാലങ്കാരം ഒരുക്കുന്ന പണിപ്പുരയിലായിരുന്നു യുവാക്കൾ. ഗ്രാമീണരുടെ കൂട്ടായ്മയിലാണ് ദീപാലങ്കാരങ്ങൾ ഒരുക്കിയത്. വയൽക്കരയിൽ 500 മീറ്ററിലധികം നീളത്തിൽ മുള, വാരി എന്നിവ ഉപയോഗിച്ച തട്ടുകൾ നിർമ്മിച്ചു. ഈ തട്ടുകളിലാണ് മൺചിരാതിൽ ദീപങ്ങൾ കത്തിച്ചത്. ഗ്രാമത്തിലെ കുരുന്നുകുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ മൺചിരാതിൽ ദീപം തെളിയിച്ചു. മനുഷ്യമനസ്സിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും വെളിച്ചം സൃഷ്ടിക്കുകയാണ് കണ്ണോം വാദ്യസംഘത്തിന്റെ പ്രവർത്തകർ. ചെറുപ്പക്കാരുടെ ഒഴിവു സമയങ്ങളെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കുകയും അത് സാമൂഹ്യ നന്മയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലുള്ള വാദ്യസംഘം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു പ്രധാനമായ ലക്ഷ്യം. പുതിയ കാലത്ത് പലതരത്തിലും ചെറുപ്പക്കാർ വഴിതെറ്റി പോകാറുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ദീപാവലി എന്ന് പറയുന്ന കേവലം ഒരു ആഘോഷത്തിനപ്പുറത്തേക്ക് ചെറുപ്പക്കാരെ വളരെ ഫലപ്രദമായിക്കൊണ്ട് ഒരു ശ്രമത്തിന് ഒന്നിപ്പിക്കുക എന്നൊരു ചിന്ത കൂടി ഇതിൻ്റെ പിറകിലുണ്ടായിട്ടുണ്ട്. രണ്ടാമത് സംരംഭമാണ് ഇപ്പോൾ ഈ കുളവയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 വർഷത്തെ ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മ ഒളിവാക്കുന്ന ഒരു പ്രതീകം കൂടിയാണ് ഞങ്ങളുടെ ഈ ദീപാവലി ആഘോഷം. സംഘം പ്രവർത്തകർ ഒരുക്കിയ ദീപാലങ്കാര പ്രദർശനം കാണാൻ നിരവധി പേരാണ് കണ്ണോത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പെരളം AKG വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണവും ഗാനസന്ധ്യയും അരങ്ങേറി. AV രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. പെരളം AKG വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 1000 പാദസരങ്ങൾ കിലുങ്ങി വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ AV രഞ്ജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിലെ സാഹിത്യ രംഗത്ത് ശക്തമായി തന്നെ അവതരിപ്പിക്കുന്നത് കൊന്തയംകൂടൂരിൽ വന്ന കവിതാ സമാഹാരത്തിലെ കവിതകൾ അത്രയേറെ കരുത്തുള്ളവയായിരുന്നു. അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടാതിരുന്ന, പലരും പറയാൻ മടിച്ചിരുന്ന, സാഹിത്യരംഗത്ത് പറയാൻ മടിച്ചിരുന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി സന്നദ്ധരായത് ആ കവിതാ സമാഹാരത്തിലെ കവിതകളിലൂടെയായിരുന്നു. AKG വായനശാല സെക്രട്ടറി ലിമേഷ് NV സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വയലാർ സിനിമാ ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിയ പരിപാടി വയലാർ ഗാനസന്ധിയും അരങ്ങേറി. യുവകലാ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ 33ാമത് വയലാർ അനുസ്മരണ പരിപാടി ഗാന്ധി പാർക്കിൽ നടന്നു. രാമകൃഷ്ണൻ കണ്ണോം ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയുടെ ബോധതലത്തിൽ വരെ എത്തിച്ചിരിക്കുകയാണ് വയലാറിന്റെ പാട്ടുകൾ. ഇത് മറ്റൊന്നുകൊണ്ടല്ല, വയലാറിന്റെ ഗാനങ്ങൾക്കുള്ള ഭാവങ്ങളും അർത്ഥങ്ങളും അർത്ഥതലങ്ങളും. VTV മോഹനൻ അധ്യക്ഷനായി. KV ബാബു, NP ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വയലാർ ചലച്ചിത്ര ഗാനാലാപന മത്സരവും നടന്നു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. CPM പട്ടികജാതി ക്ഷേമസമിതി ഏരിയ സമ്മേളനം പിലാത്തറ PV ഹാളിൽ നടന്നു. CPM മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമസമിതി മാടായി ഏരിയ സമ്മേളനം പിലാത്തറ PV ഹാളിൽ CPIM മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടെ സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയണമെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ കേരള ഗവൺമെന്റ് പറയുന്ന സംവരണത്തിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ തൊഴിൽ കൊടുക്കില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ ഈ ഗവൺമെന്റ് ഭാഗമായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പട്ടികജാതി വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഭവനധന സഹായം 5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുക, പട്ടികജാതി വിഭാഗക്കാരായ പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രാന്റും സ്റ്റൈഫൻഡും കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. TV സുധാകരൻ രക്തസാക്ഷി പ്രമേയവും രാജീവൻ ഏഴും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു.
എ വി രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. കണ്ണൂർ ജില്ലാ നെറ്റ്ബോൾ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂരിൽ നടന്നു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെന്റ് മേരീസ് പയ്യന്നൂരും ജേതാക്കളായി. വി എം ദാമോദരൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് ആർ വേണു എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. വൈസ് പ്രസിഡന്റ് വി വി ശിവരാമൻ, സെക്രട്ടറി കെ വി കമലാക്ഷൻ, എം സുന്ദരൻ, മോഹനൻ കെ വി, എ ബി വിജയൻ, ബീന ജോസഫ്, റിനി ചെറിയാൻ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സെന്റ് മേരീസ് പയ്യന്നൂർ ജേതാക്കളായി. ഖോഖോ ക്ലബ്ബ് കുഞ്ഞിമംഗലം 2ാം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളാണ് ജേതാക്കൾ. ഖോഖോ ക്ലബ്ബ് കുഞ്ഞിമംഗലം 2ാം സ്ഥാനം നേടി. കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന വെള്ളൂർ വില്ലേജിൽ വെള്ളൂർ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വെളിച്ചെണ്ണ വിതരണം. ബാങ്കിന്റെ എ ഗ്രേഡ് അംഗത്വമുള്ളവർക്കാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് 1/2 ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന പ്രധാന വില്ലേജാണ് വെള്ളൂർ. വില്ലേജിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളൂർ ബാങ്കിൽ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്ത എ ക്ലാസ് അംഗങ്ങൾക്ക് ഇക്കുറി വിതരണം ചെയ്തത് ബാങ്കിന്റെ സ്വന്തം ഉൽപ്പന്നമായ വെൽക്കോ വെളിച്ചെണ്ണയാണ്. ഒപ്പം 100 രൂപ വീതവും അനുവദിച്ചു. ഒട്ടും മായമില്ലാതെ പ്രകൃതിദത്തവുമായ വെളിച്ചെണ്ണ വിതരണം ചെയ്തതിലൂടെ ബാങ്ക് കേരഗ്രാമം പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയേകിയതായി പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അത് ശുദ്ധമായ വെളിച്ചെണ്ണ. ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന പല വെളിച്ചെണ്ണകളും വലിയതത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ടുള്ള മായം ചേർത്തുകൊണ്ടുള്ള വെളിച്ചെണ്ണയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഉൽപ്പന്നങ്ങൾ നൽകുക, അതോടൊപ്പം തന്നെ നാളികേര കർഷകരെ സഹായിക്കത്തക്ക രീതിയിൽ മാർക്കറ്റിലുള്ളതിനേക്കാൾ വില കൂട്ടി കൊടുത്ത് സംഭരിക്കുക എന്ന നിലയിലാണ് ഞങ്ങൾ ആലോചിച്ചത്. രാവിലെ 9 മണി മുതൽ വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ വില്ലേജിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 4000-ഓളം അംഗങ്ങൾ എത്തിച്ചേർന്നിരുന്നു. യോഗത്തിൽ പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ കെ നന്ദിനി, കെ വി ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. താപം ഈഗിൾ ക്ലബ്ബ് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു. ടി കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി രൂപീകരിച്ച താവം ഈഗിൾ വനിതാ വേദിയിലെ അംഗങ്ങൾക്കായി തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു. ക്ലബിന്റെ കീഴിൽ ആരംഭിക്കുന്ന അച്ചാർ നിർമ്മാണ യൂണിറ്റിന്റെ ഭാഗമായാണ് പരിശീലനം. 15 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് ആദ്യഘട്ടത്തിൽ രൂപീകരിച്ചത്. ടി കെ ബിന്ദു പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ക്ലബിന്റെ കീഴിൽ വനിതകൾക്കായുള്ള ഭക്ഷ്യോൽപാദന നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വനിതാവേദി അംഗങ്ങൾ പറഞ്ഞു. ഈഗിൾ വനിതാവേദിയുടെ കൂട്ടായ്മയിൽ നമ്മൾ ഇന്ന് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് ബിന്ദു വെച്ചാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങാൻ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വിജി ഗോപാൽ, ഷിബിത പ്രവീൺ, രമാഭാർഗവൻ, പ്രതീക്ഷ രാജേഷ്, അമ്പിളി മഞ്ജുനാഥ്, ഷിജി സതീശൻ, സരിത, അംബിക, സിന്ധു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ കരിവള്ളൂർ സൗത്ത് മേഖലാ സമ്മേളനം കുണിയൻ സ്കൂളിൽ ഒരുക്കിയ CV ധനരാജ് നഗറിൽ നടന്നു. CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കരിവള്ളൂർ സൗത്ത് മേഖലാ സമ്മേളനം കുണിയൻ സ്കൂളിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് പി പ്രദീപ് പതാക ഉയർത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CN വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ അദ്ദേഹത്തിന്റെ അധ്യാപകൻ പറഞ്ഞു, പോയിക്കോട്ടെ, അവൻ പോയിക്കോട്ടെ, അവൻ ചരിത്രം പഠിക്കേണ്ടവനല്ല, അവൻ ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ് എന്നാണ് പറഞ്ഞത്. ഗ്രാൻഡ്മ എന്ന് പറയുന്ന കപ്പലിൽ 100-ലധികം വിപ്ലവകാരികളോടൊപ്പം ക്യൂബയുടെ തീരത്തേക്ക് ഫിഡൽ കാസ്ട്രോവും ചെഗുവേരയും ഒക്കെ വരുമ്പോൾ അവർ ചെറുപ്പമായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ കെ ബാലൻ സ്വാഗതം ആശംസിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സിദിൻ BP സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PP സനൂപ്, ഷിജിൽ, T സുരേഷ്, അനീഷ് തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. KN സജിത്ത് രക്തസാക്ഷി പ്രമേയവും MV ജിതിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുക, ദേശീയപാതയിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുക, വർഗീയ രാഷ്ട്രീയത്തിന്റെ അധിനിവേശം ചെറുക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഡിവൈഎഫ്ഐ ചെറുതാഴം മേഖലാ സമ്മേളനം ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ കുന്നർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ചെറുതാഴം സമ്മേളനം ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ കുന്നരു ഉദ്ഘാടനം ചെയ്തു.
ആ ബദൽ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളിലാണ് നാം ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. നാം ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. പലരും പറയാറുണ്ട്, എന്താണ് ഇങ്ങനെ പോരാട്ടം തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം, എന്താണ് ഇങ്ങനെ ലൂസായി പോകുന്നത്? പലപ്പോഴും വളരെ കൃത്യമാണ് ഒരു കാര്യം. 400-ലധികം വർഷമുള്ള മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്നു. 400-ലധികം വർഷമുള്ളതാണ് മുതലാളിത്ത വ്യവസ്ഥ. ടി വി സന്തോഷ് കൺവീനറായ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. സെക്രട്ടറി AV മണിപ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം P രാജീവൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ V രമേശൻ സ്വാഗതം പറഞ്ഞു. CM വേണുഗോപാലൻ, MV രവി, K സജിത്ത്, KN രതീഷ് എന്നിവർ സംസാരിച്ചു. 22 യൂണിറ്റുകളിൽ നിന്നായി 180 പ്രതിനിധികൾ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കരിവള്ളൂർ നോർത്ത് മേഖലാ സമ്മേളനം കരിവള്ളൂർ AV സ്മാരക ഹാളിൽ CV ധനരാജ് നഗറിൽ നടന്നു. KV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കരിവള്ളൂർ നോർത്ത് മേഖലാ സമ്മേളനം കരിവള്ളൂർ AV സ്മാരക ഹാളിൽ CV ധനരാജ് നഗറിൽ നടന്നു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഈ അടുത്ത എല്ലാ സിനിമകളെയും എതിർക്കുക. ഇപ്പൊ നിങ്ങൾ ഈ വർഗീയവാദികൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന ഒരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ കാണണമെന്ന അഭിപ്രായക്കാരനാണ്. ഒരു സിനിമയുണ്ട് PK, നിങ്ങൾ അതിൽ കൃത്യമായിട്ട് അമീർ ഖാൻ എന്ന വളരെ സരസമായിട്ട് അദ്ദേഹം ഈ വർഗീയ ശക്തികളുടെയും ആൾദൈവങ്ങളുടെയും ചെയ്തികളെ വളരെ പരിഹസിക്കുന്നുണ്ട്. കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുകയും ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കി തീർക്കണമെന്നും ദേശീയപാതയോരങ്ങളിലെ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഹൈവേയുടെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടപ്പിലാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കണ്ണൂർ ജില്ലാ 2ാമത് വനിതാ സംഗമം ഉണർവ് 2016 പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. കേന്ദ്ര വനിതാവേദി ചെയർപേഴ്സൺ KM ദേവകിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ 2012-ലാണ് വനിതാ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തത്. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ 2 വനിതാവേദിയാണ്. ജില്ലാ വനിതാവേദി ആകെ 2 പ്രവർത്തിക്കുന്നത്. PM മഞ്ജുള അധ്യക്ഷയായി, P ഗോപിനാഥ്, മല്ലിക ശങ്കർ, PM കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. മീര നമ്പീശൻ സ്ത്രീ ആരോഗ്യ ആചാരത്തിലൂടെ എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുത്തു. മുന്നോടിയായി മെഗാ തിരുവാതിരയും വിഷ്ണു സഹസ്രനാമ പാരായണവും നടന്നു. തൃക്കരിപ്പൂർ റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനാ പ്രതിനിധികൾക്കായി ദുരന്ത അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് ഡയറക്ടർ രവിശങ്കർ ക്ലാസ് എടുത്തു. നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാവിധ അപകടങ്ങളിലും ജീവൻ പൊലിയുന്നവരിൽ ഭൂരിഭാഗവും തക്ക സമയത്ത് ശരിയായ പരിചരണം ലഭിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇത് പരിഹരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനാ പ്രതിനിധികളെ പ്രാപ്തരാക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ദുരന്ത അവബോധ ക്ലാസ് സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഉദനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കും റോട്ടറി അംഗങ്ങൾക്കുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് വിദ്യാലയങ്ങളിലെയും സ്ഥാപനങ്ങളുടെയും സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും ഒരു അത്യാഹിതം അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്തെന്നറിയാതെ നമ്മുടെ കാര്യം നേരെയാക്കാൻ വേണ്ടി ഓടിപ്പോകുമെന്നല്ലാതെ ആ സമയത്ത് എന്ത് ചെയ്യണം, ആരെ അറിയിക്കണം, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് അതിനെക്കുറിച്ച് ഒന്നും തന്നെ നമുക്ക് ഒരു വിവരമില്ലാത്തൊരവസ്ഥയാണ്. റോട്ടറി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. TV രവീന്ദ്രൻ സ്വാഗതവും റോട്ടറി സെക്രട്ടറി KV ഗണേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രൊജക്ട് ഡയറക്ടർ രവിശങ്കറും സംഘവും ദുരന്ത അവബോധ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അഖില കേരള യാദവ സഭ വെങ്ങര യൂണിറ്റ് കുടുംബസംഗമം വെങ്ങര ഹിന്ദു LP സ്കൂളിൽ നടന്നു. മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ
പല സാമുദായിക സംഘടനകളുടെയും സംഘടിതമായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വേറെ വി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സി പ്രഭാകരൻ, അഡ്വക്കേറ്റ് പയ്യന്നൂർ ഷാജി, വി രാമൻ, ഗൗരി ടീച്ചർ, ഇ കെ രവീന്ദ്രൻ, ടി രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ലൈവ് തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ടാലന്റ് സെർച്ച് പരിശീലന കളരി സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി 200-ലധികം വിദ്യാർത്ഥികൾ NMMS പരീക്ഷ എഴുതി. വിദ്യാഭ്യാസ തൊഴിൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ലൈവ് തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി 2 മാസക്കാലമായി നടന്നുവരുന്ന ടാലന്റ് സെർച്ച് പരീക്ഷാ പരിശീലന കളരി സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി പരിശീലന കളരിയിൽ പങ്കെടുത്ത 200-ലധികം കുട്ടികൾക്കായി NMS മോഡൽ പരീക്ഷ നടത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കേന്ദ്രങ്ങളിലായാണ് വിദ്യാർത്ഥികൾ മോഡൽ പരീക്ഷ എഴുതിയത്. പരിശീലന പരിപാടിക്ക് ടി അബ്ദുൾ റഷീദ്, ഷൗക്കത്ത് അലി അക്കാളത്ത്, AG ഷംസുദ്ദീൻ, അഹമ്മദ് റാഷിദ്, TP ഷഫീഖ്, N ഷഫീഖ്, TP ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാവിശ്ശേരി പി കണ്ണൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാപഥം 2016ന്റെ ഭാഗമായി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചണ്ടാല ഭിക്ഷുകിയെക്കുറിച്ച് പറയുമ്പോൾ അത് കേവലമായൊരു കൃതി എന്നതിനപ്പുറം ഒരു കാലഘട്ടത്തിലെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പുതിയ കാലഘട്ടത്തിലെ ജനതയ്ക്ക് പരിചയപ്പെടുത്താനുള്ളൊരു സന്ദർഭം കൂടിയായി മാറേണ്ടതുണ്ട്. പി രജിത അധ്യക്ഷയായി. ബിജു വി, അച്യുതൻ പുത്തലത്ത് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. KSSPA പയ്യന്നൂർ മണ്ഡലം വാർഷിക സമ്മേളനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം വാർഷിക സമ്മേളനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന്റെ പവിത്രമായ മണ്ണിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഭീഷണമായ സമര പോരാട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്ത നിരവധിയായ നമ്മുടെ പൂർവികന്മാരെ നാം സ്മരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി കടന്നു വന്ന മണ്ണാണ് പയ്യന്നൂരിന്റെ മണ്ണ്. KPCC ജനറൽ സെക്രട്ടറി സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KSSPA മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VV പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PV ശ്രീനിവാസൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് മുതിർന്ന സർവീസ് പെൻഷൻകാരെ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, പ്രസിഡന്റ് K ജയരാജ്, നാരായണൻകുട്ടി മനിയേരി, രമേശൻ കാന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തുടർന്ന് നടന്ന വനിതാ സമ്മേളനം സംസ്ഥാന മഹിളാ കോൺഗ്രസ് സെക്രട്ടറി KV ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. MV ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. TV പത്മിനി സ്വാഗതം ആശംസിച്ചു. TP ഭാസ്കര പൊതുവാൾ മുഖ്യപ്രഭാഷണം നടത്തി. VM ചന്ദ്രമതി ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ കലാലയ ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ചിത്രരചന മത്സരവും നടന്നു. വരകളെയും നിറങ്ങളെയും സ്നേഹിച്ച ജീവിതത്തിന് വരകളിലൂടെ സ്മരണാഞ്ജലി ഒരുക്കുകയാണ് ചിത്രകലാ പരിഷത്ത്. കലാലയ ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ജലച്ചായത്തിലും LKG, UKG വിദ്യാർത്ഥികൾക്ക് ക്രയോൺസിലുമാണ് മത്സരം സംഘടിപ്പിച്ചത്. ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേക വിഷയവും ഉണ്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. KKR വെങ്ങരയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. വിനോദ് പയ്യന്നൂർ, നാസർ ചപ്പാരപ്പടവ്, തങ്കരാജ് എന്നിവർ സംസാരിച്ചു. പഴയങ്ങാടി ഓർമ്മ പുരുഷ സഹായ സംഘം 5ാം വാർഷികം പിലാത്തറ ഹോപ്പിൽ നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വയലപ്ര ഓർമ്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 5ാം വാർഷികാഘോഷം പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നടന്നു. ചടങ്ങിൽ വെച്ച് SSLC, +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
തുടർന്ന് ഹോപ്പിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പഴയ കാലത്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നാടിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ പുരോഗതി എന്ന് പറയുന്നത് അവിടെ ലഭിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കളായിരുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ മുന്നേറ്റം സാധ്യമായത് അളവറ്റ എണ്ണയാണ്. നമ്മുടെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒറീസയിലും ഛത്തീസ്ഗഡിലൊക്കെ കൽക്കരിയും അതുപോലെ തന്നെ ഖനിജങ്ങളുമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത ഉപഹാര സമർപ്പണം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി V പ്രശാന്തൻ സ്വാഗതം ആശംസിച്ചു. VEO രഘുനാഥൻ P, E വസന്ത, ജയമോഹൻ KS, KV ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രമേഹ രോഗ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ റോട്ടറിയും ഇടയിലക്കാട് ആയുർ ജീവൻ ആയുർവേദയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗത്തെ അറിയുവാനും പ്രതിരോധിക്കുവാനും ആയുർവേദം, ജീവിതശൈലി നിയന്ത്രണം, യോഗ എന്നിവ ഉപയോഗപ്പെടുത്തി പ്രത്യേക ആയുർവേദ ക്യാമ്പും ബോധവൽക്കരണവും ഇടയിലക്കാട് ആയുർജീവൻ ആയുർവേദിയിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. അലോപ്പതി യഥാർത്ഥത്തിൽ രോഗത്തെ ചികിത്സിക്കും. പക്ഷെ ആയുർവേദം അതല്ല. ആയുർവേദം രോഗിയെ ചികിത്സിക്കും. അതാണ് ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള വ്യത്യാസം. യഥാർത്ഥത്തിൽ ആയുർവേദം ഏറ്റവും മുൻഗണന നൽകുന്നത് രോഗം വരാതിരിക്കുന്നതിനാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ തടയാനുള്ള മാർഗങ്ങളാണ് ആയുർവേദം വിഭാവനം ചെയ്യുന്നത്. റഷ്യയിൽ നിന്നുള്ള ഡോക്ടർ നിക്കോളായ് ക്രിസ്റ്റിക്കോവ് മുഖ്യാതിഥിയായി. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. C സുനിൽകുമാർ, ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ, K രവീന്ദ്രൻ, T സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് പ്രമേഹ സംബന്ധമായ വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ ഷാരോൺ J കൈതവനം, ഡോക്ടർ രാജീവൻ, ഡോക്ടർ ആർഷ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കണ്ടോത്ത് വിശ്വശാന്തി ഭവനിലായിരുന്നു പരിപാടി. പിന്നെ പുഷ്പ അർപ്പിക്കുന്നത് അർത്ഥം പുഷ്പം എങ്ങനെ സുഗന്ധം കൊടുക്കുമോ അതുപോലെ ജീവിതം തന്നെ പുഷ്പത്തിനെ പോലെ എല്ലാവർക്കും സുഗന്ധം കൊടുക്കുക എന്ന ഉദ്ദേശം കൊണ്ടാണ് പുഷ്പം സമ്മാനിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഹിന്ദിയിൽ പറയും ചുന്നി എന്ന് പറഞ്ഞ അർത്ഥം. പ്ലെയിൻജിനോ സേവ്യർ ദേശീയ പുരസ്കാര ജേതാവ് KBR കണ്ണനെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ സജീവ് MG നേതൃത്വം നൽകി. നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. AS&S ആയുർവേദ ഹോസ്പിറ്റൽ എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ പ്രജേഷ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വ്യക്തികൾക്കും എന്നുള്ളതാണ് ആയുർവേദത്തിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്ന് ഇത് പഠിക്കുകയും അത് അവിടെ പ്രചരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറയാം, ഇന്ത്യയിൽ തന്നെ ഒരു വ്യവസായം, ടൂറിസ്റ്റ് വ്യവസായമാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ആയുർവേദം. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. S സുരേഷ് കുമാർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ആയുർവേദം, ഹോമിയോ, യോഗ, സൈക്കോളജി, പ്രാണിക് ഹീലിംഗ്, ന്യൂറോ സംബന്ധമായ ഭാഷാവികലത, അക്യൂപങ്ക്ചർ, അട്ടച്ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ ഹോളിസ്റ്റിക് ചികിത്സകളും അതാതിൻ്റെ വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തിൽ ആശുപത്രിയിൽ ലഭ്യമാകും. ഡോക്ടർ ശ്രുതി വൈ, ഡോക്ടർ റവൻ സിദ്, പ്രഹ്ലാദൻ വൈദ്യർ, ജഗദീശ്വരി വൈദ്യർ, ഡോക്ടർ താഹ എന്നിവരുടെ സേവനവും ആശുപത്രിയിൽ ലഭ്യമാകും. തലവേദന, തിമിരം, അലർജി, കാഴ്ചക്കുറവ്, ഗ്ലോക്കോമ, ഞരമ്പ് തളർച്ച, പ്രമേഹജന്യ നേത്രരോഗം മുതലായവയ്ക്ക് ഡോക്ടർ റവൻ സിദ്ധിൻ്റെ നേതൃത്വത്തിൽ ആയുർവേദ ചികിത്സകളിലൂടെ ഭേദപ്പെടുത്തുന്നതാണ്. പ്രത്യേക യോഗ ക്ലാസുകളും ആശുപത്രിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുൻവശം കണ്ണങ്ങാട്ട് സ്റ്റോപ്പിനടുത്തായാണ് ആയുർവേദ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം
കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. രോഗികൾക്ക് ഡോക്ടർമാർ വില കൂടിയ മരുന്നുകൾ എഴുതി നൽകുന്നതിന് നിയന്ത്രണം വരുന്നു. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം ഇന്നത്തെ മാറ്റുലിയിൽ. നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. കാരണം നിലവിലത് ചില ആശുപത്രിയിലെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് സർക്കാർ ശ്രദ്ധയിൽപ്പെട്ട് കാണണം. അതുകൊണ്ട് ഈ മരുന്നുകൾ വാങ്ങിക്കാൻ മാത്രമേ ഈ ഫണ്ട് ഉപയോഗിക്കാവൂ. ആശുപത്രികളുടെ വികസനത്തിന് സ്വകാര്യ ആശുപത്രികൾ പോലും ഇങ്ങനെ ഉപയോഗിക്കുന്നത് തടയാൻ ഈ നിയന്ത്രണം കൊണ്ട് സാധിക്കുന്നുള്ളത് ഗുണപരമായ കാര്യം തന്നെയാണ്. അതിൻ്റെ മിക്കവാറും കോമ്പൗണ്ടുകളൊക്കെ ഒരേപോലെയുള്ള മരുന്നുകളുണ്ട്. പക്ഷേ ഇവിടെ വ്യാപകമായിട്ട് വില കൂടിയ മരുന്നുകൾ മാത്രം എഴുതപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇത് ഈ മെഡിക്കൽ രംഗത്തെ ബിസിനസ്സാക്കി മാറ്റുന്നവരുടെ കച്ചവട തന്ത്രത്തിൽ കമ്മീഷൻ പറ്റി നടത്തുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇത്തരം മരുന്നുകൾ എഴുതി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു രോഗം മാറുമ്പോൾ അതിനോടനുബന്ധമായി പല രോഗങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ധർ തന്നെ പലപ്പോഴായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ ഡോക്ടർമാർ ധാരാളം മറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ഒരു പൈസ വാങ്ങിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ സാധാരണ രോഗികൾക്ക് 2-3 രൂപയ്ക്ക് ഒരു രോഗം മാറണമെങ്കിൽ രോഗികൾ കൊടുക്കേണ്ടത് 200-300 രൂപയാണ്. സർക്കാരിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ആരോഗ്യ മേഖലയിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസി. ഏറ്റവും പാവപ്പെട്ടവർ മാത്രം ഉൾക്കൊള്ളുന്ന ഈ പാക്കേജിൽ ആശുപത്രി മേഖലകളിൽ വൻ ക്രമക്കേടുകൾ നടത്തി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പല ആളുകളുടെ. അപ്പം ഇത്തരം സംരംഭം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിലൊരു നിയന്ത്രണം ഗവൺമെൻറ് കൊണ്ടുവന്നതിൽ ഇപ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഉപഭോക്താക്കളാണ്. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. മരുന്ന് വ്യവസായം നിയന്ത്രിക്കുന്നത് ആഗോള കുത്തകകളിൽ നിന്ന് തന്നെയാണ്. കാരണം എല്ലാ ഡോക്ടേഴ്സും ഇതിൻ്റെ ഒരു ഇരകൾ തന്നെയാണ്. മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച കമ്മീഷൻ വ്യവസ്ഥയിലാണ് മിക്ക ഡോക്ടർമാരും, ഭൂരിഭാഗം ഡോക്ടർമാരും, വെള്ളെണ്ണാവുന്ന ഒഴിച്ച ബാക്കി എല്ലാവരും ഈ മുൻകൂട്ടി നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം തന്നെയാണ് ആ മരുന്ന് കുറിപ്പടി എഴുതുന്നത്. അത് വാങ്ങാൻ നിർബന്ധിതരാകുന്നത് പാവപ്പെട്ട രോഗികളാണ്. ഇതിൻ്റെ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിയമം വേണം. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വേണം. അങ്ങനെ കൂട്ടായ ഒരു ജനകീയമായ ഒരു മുന്നേറ്റം ഉണ്ടെങ്കിലേ ഇത് സാധിക്കുള്ളൂ. രോഗികൾക്ക് വേണ്ടാത്ത അടക്കം മരുന്നുകൾ എഴുതി ചേർക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തുക കമ്മീഷൻ അടിക്കുന്നു. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെൻറ് അടക്കം തീരുമാനം എടുത്തുകൊണ്ട് മരുന്ന് വില കുറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ രോഗികൾക്ക് എത്തിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ രോഗികൾ മാറാരോഗികളായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഈ രോഗികൾക്ക് ഒരു ആശ്വാസപ്രദമായ രീതിയിൽ സാമ്പത്തികമായ ഗുണം കിട്ടാത്ത ഒരവസ്ഥ ഇത് നിലവിലുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഈ രോഗികളുടെ ആ സമയത്ത് അല്ലെങ്കിൽ രോഗികളുടെ അടുത്ത ബന്ധുക്കളാരും തന്നെ ശ്രമിക്കാറില്ല. പക്ഷേ വ്യാപകമായ രീതിയിലുള്ള ഈ തട്ടിപ്പ് ഇൻഷുറൻസ് കമ്പനിക്കാർ ഒരു ഏജൻസിയോ മറ്റോ അന്വേഷിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു സാമ്പത്തിക നഷ്ടം സമൂഹത്തിനും അതേപോലെ ഇൻഷുറൻസ് കമ്പനിക്കും നഷ്ടമില്ലാതാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള അഭിപ്രായം പൊതുവെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ച് വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ രോഗികൾക്കറിയില്ല. കാരണം അവർ രോഗം സുഖപ്പെടണം, എന്തെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടണം എന്നുള്ള ധാരണയിലാണ് ആശുപത്രിയിൽ പോകാറ്. പക്ഷേ അതിനപ്പുറത്ത് വലിയൊരു ഗൂഢ പദ്ധതി ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. ചെറുവച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. ആഘോഷ പരിപാടികൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ രാജഗിരി കമ്മാളിയിലെ കരിങ്കൽ ക്വാറി പ്രശ്നം. പഞ്ചായത്ത് വിളിച്ചു ചേർത്ത പ്രത്യേക ഗ്രാമസഭയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം.
വയലാറിനെ അനുസ്മരിച്ച നാട്. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന വെള്ളൂർ വില്ലേജിൽ വെള്ളൂർ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്ക് വെളിച്ചെണ്ണ വിതരണം. ബുള്ളറ്റിൻ പുനഃവന്നു. നമസ്കാരം.